പാർട്ടിക്ക് അത് പ്രതിച്ഛായ ഇല്ലാതാക്കുന്ന കാര്യങ്ങളാണ് മുകേഷുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ആരോപണങ്ങൾ. ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാന നേതൃത്വം മുകേഷിനെ സംരക്ഷിക്കുമോ എന്നതാണ് പ്രധാനം. മറ്റൊന്ന് പ്രതിപക്ഷത്തിന്റെ നിലപാടുകളാണ്. വി ഡി സതീശന്റെ പ്രതികരണം അല്പസമയം മുൻപ് ഉണ്ടായി. അദ്ദേഹം പറഞ്ഞത് CPM-ലെ പവർ ഗ്രൂപ്പ്, അങ്ങനെ ഒരു പ്രയോഗമാണ് നടത്തിയത്. CPM-ലെ പവർ ഗ്രൂപ്പ് മുകേഷിനെ സംരക്ഷിക്കുന്നു, മറ്റെല്ലാവരും തള്ളിപ്പറഞ്ഞിട്ട് മുഖ്യമന്ത്രി മുകേഷിനെ സംരക്ഷിക്കുകയാണ്. എൽദോസ് കുന്നപ്പള്ളിന് മായ ഒരു നിലപാടുണ്ടായി. അതിനുശേഷമാണ് പാർട്ടി അങ്ങനെ ഒരു നിലപാടെടുത്തത് എന്ന കാര്യം കൂടി പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട്. ഏതായിരുന്നാലും മുകേഷ് രാവിലെ തന്നെ തിരുവനന്തപുരത്ത് വീട്ടിൽ നിന്ന് കൊച്ചിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. നിയമവിദഗ്ധരുമായുള്ള കൂടിയാലോചനയാണ്. 5 ദിവസത്തേക്ക് മുകേഷിന്റെ അറസ്റ്റ് പാടില്ലെന്ന് കഴിഞ്ഞ ദിവസം കോടതി ഉത്തരവിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ മുൻകൂർ ജാമ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിന്റെ ഒരു സാധ്യത അടക്കം പരിശോധിച്ചുകൊണ്ടാണ് മുകേഷും മുന്നോട്ട് പോകുന്നത്. രഞ്ജിത്ത്, നേതൃത്വം പൂർണ്ണമായും മുകേഷിനെ സംരക്ഷിക്കുന്ന ഒരു നിലയിലേക്കാണ് എത്തിയിട്ടുള്ളത്. സംസ്ഥാന നേതൃത്വത്തിന്റെ ഒരു നിലപാട് അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ ദിവസം അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നിരുന്നു. കോൺഗ്രസിന്റെ 2 MLA-മാർ എൽദോസ് കുന്നപ്പള്ളിയിലും അതോടൊപ്പം തന്നെ M. വിൻസെന്റും ഇത്തരം സാഹചര്യത്തിൽ രാജിവെച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ മുകേഷിന്റെ രാജി ആവശ്യമില്ല എന്ന നിലപാടിൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസം EP ജയരാജന്റെ ഒരു പ്രതികരണത്തിലും അദ്ദേഹം പറഞ്ഞത് മുകേഷിന്റെ രാജിയല്ല ഇവിടെ ചർച്ച ചെയ്യേണ്ടത്, സർക്കാർ ധീരമായ നിലപാടെടുക്കുന്നു, ആദ്യമായാണ് ഇങ്ങനെ ഒരു കമ്മിറ്റി റിപ്പോർട്ട് എന്ന നിലയ്ക്കൊക്കെയുമാണ്. പക്ഷെ അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. CPM-നുള്ളിൽ തന്നെ മുകേഷിന്റെ രാജി ആവശ്യമെന്ന കാര്യം ശക്തമായി ഉയരുന്നുണ്ട്. വൃന്ദ കാരാട്ടിനെ പോലുള്ള ഏറ്റവും മുതിർന്ന നേതാക്കൾ അവർ പറയുന്നത് കോൺഗ്രസ് എന്ത് ചെയ്തു എന്നതല്ല, CPM എടുക്കേണ്ട നയം, നിലപാട് അത് മറ്റാരെങ്കിലും അനുകരിച്ചാകരുത്, കൃത്യമായ സന്ദേശം നൽകുന്ന തരത്തിലുള്ള ശക്തമായ നടപടി. അതുതന്നെയാണ് വൃന്ദ കാരാട്ട് ഉൾപ്പെടെ പ്രധാനപ്പെട്ട നേതാക്കൾ, കേന്ദ്രത്തിലെ നേതാക്കൾ ആവശ്യപ്പെടുന്ന കാര്യം. മാത്രവുമല്ല, സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിന്റെ തീരുമാനവും നിർണായകമായിരിക്കും. പക്ഷേ ഇതുവരെയും മുതിർന്ന നേതാക്കൾ ആരെങ്കിലും, CPM-ലെ മുതിർന്ന നേതാക്കൾ ആരെങ്കിലും മുകേഷിന്റെ രാജി എന്നൊരു കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല. മറ്റൊന്ന് CPI-യിലെ എതിർപ്പാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും നേരത്തെയുമായി ഉണ്ടായ എതിർപ്പുകൾ, അതിലും ഏറ്റവും ആനിരാജ ഉൾപ്പെടെ പ്രകാശ് ബാബു ഉൾപ്പെടെയുള്ള ഏറ്റവും സീനിയർ നേതാക്കൾ മുകേഷ് രാജിവെക്കുന്നതാകും ഉചിതം എന്ന അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷെ അതൊരു പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടായിരുന്നില്ല. ഇന്നലെ ഓൺലൈനിൽ CPI നേതൃയോഗം ചേർന്നിരുന്നു. അതിൽ നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. സിനിമാ മേഖലയിലെ ലൈംഗിക അതിക്രമ പരാതിയുമായി ബന്ധപ്പെട്ട് താരങ്ങൾക്ക് കുരുക്കുമുറുകുകയാണ്. പ്രത്യേക അന്വേഷണ സംഘം വിവിധയിടങ്ങളിൽ മൊഴി രേഖപ്പെടുത്തുമ്പോൾ കൊച്ചിയിൽ നടിയുടെ രഹസ്യമൊഴി ഉച്ചയ്ക്ക് ശേഷം കോടതി രേഖപ്പെടുത്തും. മുകേഷ് ഉൾപ്പെടെ 7 പേർക്കെതിരെ പരാതി നൽകിയ ആലുവ സ്വദേശിനിയായ നടിയുടെ രഹസ്യമൊഴിയാണ് ഉച്ചയ്ക്ക് ശേഷം രേഖപ്പെടുത്തുക. തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് മുകേഷ് എറണാകുളത്തേക്ക് തിരിച്ചിട്ടുണ്ട്. എറണാകുളത്ത് അഭിഭാഷകരുമായി മുകേഷ് അല്പസമയത്തിനകം കൂടിക്കാഴ്ച നടത്തും. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇതുവരെ മുകേഷിന് നോട്ടീസ് ലഭിച്ചിട്ടില്ലെന്നും അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുമെന്നും മുകേഷിന്റെ അഭിഭാഷകൻ ജിയോ പോൾ പ്രതികരിച്ചു. മുകേഷ് വരേണ്ടതുണ്ട്, അഭിഭാഷകനായിട്ട് സംസാരിക്കുകയും കേസിനെ കുറിച്ച് വിവരങ്ങൾ തരികയും ചെയ്യേണ്ട ആവശ്യമുണ്ട്, തീർച്ചയായിട്ടും. പക്ഷേ എപ്പോൾ വരുന്നു, എങ്ങനെ വരുന്നു, എവിടെ വരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് കൃത്യമായൊരു ധാരണയില്ല. മുകേഷ് അന്വേഷണവുമായിട്ട് സഹകരിക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം വെളിപ്പെടുത്താനായിട്ട് അദ്ദേഹത്തിന് മാത്രമേ കാര്യങ്ങൾ പറയാൻ പറ്റും. അവർ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഒരു ക്രോസ് ചെക്കിംഗ് ആണ് സത്യത്തിൽ പ്രതിയെ ചോദ്യം ചെയ്യുക വഴിയായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന് ലഭിക്കുക. നമുക്ക് പക്ഷേ ഇതുവരെ നോട്ടീസ് കിട്ടിയിട്ടില്ല. ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മുമ്പിൽ ഹാജരാകാൻ പറഞ്ഞിട്ട് സാധാരണഗതിയിൽ ഒരു നോട്ടീസ് ലഭിക്കുന്നത് നമുക്ക് നോട്ടീസ് കിട്ടിയിട്ടില്ല. മുകേഷിന് രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ. രാജി ആവശ്യപ്പെട്ട് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലത്ത് MLA ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചു. സെക്രട്ടേറിയറ്റിലേക്ക് മഹിളാ കോൺഗ്രസ് മാർച്ചും നടത്തി. അതിനിടെ നടൻ ജയസൂര്യക്കെതിരെ ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തു. തൊടുപുഴയിലെ ലൊക്കേഷനിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയതിന് തിരുവനന്തപുരം സ്വദേശിനിയായ നടി നൽകിയ പരാതിയിലാണ് കരമന പോലീസ് ജയസൂര്യക്കെതിരെ കേസെടുത്തത്. പിഗ്മാൻ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് പീഡനം നേരിടേണ്ടി വന്നതെന്നാണ് നടിയുടെ വെളിപ്പെടുത്തൽ. വാഷ്റൂമിൽ പോയി തിരികെ വരുമ്പോഴായിരുന്നു അതിക്രമമെന്നും കേസുമായി മുന്നോട്ടു പോകുമെന്ന കാര്യം ആലോചിച്ച് തീരുമാനിക്കുമെന്നും നടി വ്യക്തമാക്കി.
കൊച്ചിയിൽ നിന്ന് ഡാനി പോളും ആജ്ഞാ രവീന്ദ്രനും, തിരുവനന്തപുരത്ത് നിന്ന് ബി വിനോദും, കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാറും ചേരുന്നുണ്ട്. ആദ്യം ഡാനി പോളിലേക്ക്. ഡാനി, ഇന്ന് വളരെ സംഭവബഹുലമായിട്ടുള്ളൊരു ദിവസമാണ്. ഈ നടിയാക്രമണ, ഈ സിനിമാ മേഖലയിലെ നടിമാരുടെ ലൈംഗിക അതിക്രമ പരാതിയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും രഹസ്യമൊഴി അല്പസമയത്തിനകം ആലുവ സ്വദേശിനിയായ നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നു. മുകേഷ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ നിർണായകമായിട്ടുള്ള മൊഴികൾ അവർ നൽകിയിട്ടുണ്ട്. അതിനിടെ മുകേഷിനെ വരുന്ന 5 ദിവസത്തേക്ക് അറസ്റ്റ് ചെയ്യരുത് എന്ന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും മറ്റ് ചോദ്യം ചെയ്യലിനോ മറ്റു കാര്യങ്ങൾക്കോ തടസ്സമില്ല. എന്താണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം? മുകേഷിനെ ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കത്തിലേക്ക് കടക്കുന്നുണ്ടോ? അതിനിടെ മുകേഷ് തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്ക് തിരിച്ചിട്ടുണ്ടോ എന്ന് നേരത്തെ അറിഞ്ഞിരുന്നു. കൊച്ചിയിൽ അദ്ദേഹം എത്തിയിട്ടുണ്ടോ? എന്താണ് നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ മുകേഷിന്റെ തീരുമാനവും? ഡാനി, ടോം, ഇന്ന് വളരെ പെട്ടെന്ന് മുകേഷ് തിടുക്കത്തിൽ കൊച്ചിയിലേക്ക് വന്നു എന്നത് സ്ഥിരീകരിക്കാൻ വളരെ വേഗം തന്നെ കൊച്ചിയിലേക്ക് എത്തി. പക്ഷേ മുന്നോട്ടുള്ള വഴികൾ അത്ര കണ്ട് എളുപ്പമല്ല, വളരെ സങ്കീർണമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇതിലിപ്പോൾ കോടതിയിൽ നിന്ന് നേടിയിട്ടുള്ള ഒരു സാവകാശം, അത് ഈ അറസ്റ്റ് അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഈ ഒരു സാവകാശം മാത്രമാണ് നൽകിയിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് അതിൽ യാതൊന്നും തന്നെ ഇല്ല. കാരണം ഇനി ഇത് കേസുമായി മുന്നോട്ട് വരുമ്പോൾ കൂടുതൽ അപേക്ഷകൾ ഉണ്ടാകും. മുൻകൂർ ജാമ്യമൊന്നുമായിട്ട് ഇതിനെ വായിച്ചെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് കോടതിയുടെ ഒരു പരാമർശത്തിലേക്ക് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ കടന്നിട്ടില്ല. ഇനിയിപ്പോൾ മുൻകൂർ ജാമ്യം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോഴെല്ലാം തന്നെ അതിൽ പരാമർശങ്ങൾ ഉണ്ടാകുമോ, കോടതി എന്ത് പറയുമോ എന്നതെല്ലാം തന്നെ വളരെ സസൂക്ഷ്മം നോക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഏതെങ്കിലും രീതിയിൽ ഒരു പരാമർശത്തിലേക്കോ മറ്റോ പോവുകയാണെങ്കിൽ അത് മുകേഷിന് കനത്ത തിരിച്ചടിയാകും എന്നത്, അത് മുകേഷിന് വ്യക്തിപരമായോ അല്ലെങ്കിൽ സിനിമാ ജീവിതം അത് മാത്രവുമല്ല രാഷ്ട്രീയപരമായിട്ട് തന്നെ വലിയ മറുപടികൾ നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യം അതിന് മുന്നിലുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് നടത്തുന്ന കൂടിയാലോചനകൾ അതെല്ലാം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് അത് വായിച്ചെടുക്കേണ്ടത്. അതിൽ കേസിന്റെ നാൾവഴികൾക്കപ്പുറം കോടതിയിൽ നിന്നുള്ള അടുത്ത നടപടികൾ എന്താണ്, അതിൽ നിന്ന് തിരിച്ചടി ലഭിക്കാനുള്ള ഒരു സാഹചര്യവും കാര്യങ്ങളും എല്ലാം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഒപ്പം മുകേഷ് പറയുന്നത് പോലെ ഇത്തരം കാര്യങ്ങൾ തനിക്ക് ചിലത് പറയാനുണ്ട്, തനിക്ക് ചില കാര്യങ്ങൾ ബോധിപ്പിക്കാനുണ്ട്, ഈ ചില തെളിവുകളടക്കം നൽകാനുണ്ട് എന്ന് പറയുന്നത് അത് എത്രത്തോളം കോൺക്രീറ്റ് ആയ കാര്യങ്ങളാണ് എന്നത് പരിശോധിക്കേണ്ടത്. അത് അഭിഭാഷകരുടെ സംഘമടക്കം വിശദമായിട്ട് തന്നെ പരിശോധിച്ച് ഉറപ്പിച്ച ശേഷം വേണം മുന്നോട്ട് പോകാൻ. അതുകൊണ്ട് ഈ മുന്നോട്ടുള്ള ഓരോ സ്റ്റെപ്പും വളരെ നിർണായകമായിട്ട് തന്നെ വളരെ ആലോചിച്ച് തന്നെ എടുക്കേണ്ട ഒരു ഘട്ടത്തിൽ തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വളരെ തിടുക്കപ്പെട്ട് കൊച്ചിയിലേക്ക് എത്തുന്നതും അഭിഭാഷകരുമായി കൂടിയാലോചനകൾ നടത്തുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നിട്ടുള്ളത്. വൈകാതെ ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ജിയോ പോളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും എന്നാണ് അഭിഭാഷകൻ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കാനില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും മുകേഷിന് പറയാനുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് തങ്ങൾ കോടതിയിൽ ബോധിപ്പിക്കും, അദ്ദേഹത്തിന് ചിലത് വ്യക്തമാക്കാനുണ്ട് എന്നാണ് അഭിഭാഷകൻ പറഞ്ഞത്. ഏതായാലും ഇന്നത്തെ കൂടിയാലോചനകൾ വളരെ നിർണായകമാണ്. അത് ഇനി മുകേഷ് എടുക്കുവാനുള്ള തീരുമാനങ്ങളെല്ലാം ഇന്നത്തെ യോഗത്തെ ആശ്രയിച്ചു തന്നെയായിരിക്കും ഇരിക്കുക. കാരണം അതിൽ കോടതിയുടെ പരാമർശങ്ങൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ളൊരു തിരിച്ചടി രാഷ്ട്രീയപരമായിട്ട് തന്നെ ഉണ്ടാകും. മുകേഷ് മാത്രമായിരിക്കില്ല അതിന് ഉത്തരം പറയേണ്ടത് എന്നതും തീർച്ചയായും അത് തന്നെയാണ് ഡാനി. കാരണം കോടതിയുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തിരിച്ചടി ഉണ്ടായാൽ ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വരുന്ന ചൊവ്വാഴ്ച വിശദമായ വാദം കേൾക്കുന്നുണ്ട്. അത് ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ, പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്ന പക്ഷം ഒരുപക്ഷെ അറസ്റ്റിലേക്ക് വരെയും കാര്യങ്ങൾ നീങ്ങാം. പക്ഷെ അവിടെയും ഡാനി, മുകേഷ്, സിദ്ദിഖ് അതുപോലെ രഞ്ജിത്ത് ഉൾപ്പെടെയുള്ളവർ മാത്രമാണ് ഇതുവരെയും കോടതിയെ സമീപിച്ചിരിക്കുന്നത്, മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതിയിൽ മാത്രം 7 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതിൽ ഈ മുകേഷ് ജയസൂര്യ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ബലാത്സംഗം ഉൾപ്പെടെയുള്ള ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് ചുമത്തിയിരിക്കുന്നത്. മറ്റ് പ്രതികളുടെ നീക്കം എന്താണ്? ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ വിവിധ നടിമാർ നൽകിയ ലൈംഗികാതിക്രമ പരാതികളുമായി ബന്ധപ്പെട്ട് ആരൊക്കെയാണ് ഇപ്പോൾ കോടതിയെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി സമീപിച്ചിരിക്കുന്നത്? ഡാനി, ടോം, ഇതില് മുകേഷിന്റെ കാര്യത്തിൽ കോടതി നൽകിയിരിക്കുന്ന ഒരു സാവകാശം അത് മാതൃകയാക്കിക്കൊണ്ട് തന്നെയാണ്
മറ്റുള്ളവരും ചുവട് വയ്ക്കുന്നത് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. എല്ലാവരും തന്നെ ഇതിൽ ആരോപണ വിധേയരായവർ, പ്രത്യേകിച്ച് ജാമ്യമില്ലാ വകുപ്പുകൾ അടക്കം ചുമത്തിയിട്ടുള്ള നടന്മാർ ഉൾപ്പെടെയുള്ളവർ, ബലാത്സംഗ കുറ്റം ചുമത്തിയിട്ടുള്ളവർ, ഇവരെല്ലാവരും തന്നെയും ഈ വഴിയെ തന്നെ നീങ്ങുന്നു എന്ന് തന്നെയാണ്. കാരണം ഈ ഒരു സാവകാശം അവർക്ക് കൂടി തുറന്നു കിട്ടുന്ന ഒരു വാതിൽ പോലെ എന്ന രീതിയിൽ പ്രയോജനപ്പെടുത്തുക, ആ രീതിയിലേക്ക് അവർ അത് കാണുന്നുണ്ട്. അതുകൊണ്ട് നിയമവഴിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പലരും നിയമ ഉപദേശം തേടിയിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ തന്നെ അതിൻ്റെ ഒരു കൃത്യമായ ഒരു ചിത്രം വ്യക്തമാകും. കാരണം കോടതിയിലേക്ക് വളരെ രഹസ്യമായിട്ട് തന്നെയാണ് ഈ അപേക്ഷ അടക്കമുള്ള കാര്യങ്ങൾക്ക് എത്തുന്നത്. കാരണം നമുക്ക് തന്നെ അറിയാം, ഇന്നലെ മുകേഷിന്റെ അപേക്ഷ പരിഗണിക്കുമ്പോൾ മാത്രമാണ് അവസരത്തിലേക്ക് ഇത്തരം കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത് തന്നെ. അപ്പോൾ ഈ വളരെ രഹസ്യമായ നീക്കങ്ങൾ എല്ലാവരും തന്നെ നടത്തുന്നുണ്ട്. എന്താണ് ഇതിലുള്ളൊരു സാധ്യത എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ആരാഞ്ഞുകൊണ്ട് നിയമത്തിന്റെ ഇതിൽ തങ്ങൾക്ക് പറയാനുള്ളത് ഏത് രീതിയിലേക്കാണ് കോടതിയിലേക്ക് എത്തിക്കുക, തങ്ങൾക്ക് ഇതിൽ എന്തുമാത്രം സാധ്യതയുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടൻ സിദ്ദിഖ് ഇതിന്റെ മൊഴിപ്പകർപ്പും അതിന്റെ വിശദാംശങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ കോടതിയിലേക്ക് എത്തിയിട്ടുണ്ട്. കീഴ്ക്കോടതികളെ സമീപിച്ചുകൊണ്ട്, അത് കൃത്യമായ രീതിയിൽ തന്നെ കീഴ്ക്കോടതികളെ സമീപിച്ചുകൊണ്ട് തന്നെ മുന്നോട്ടാണ് പോകുന്നത്. നേരിട്ട് ഹൈക്കോടതിയിൽ എത്തുകയാണെങ്കിൽ തിരിച്ചടികൾ ഉണ്ടായാൽ അത് വലിയ ആഘാതങ്ങൾ സൃഷ്ടിക്കും. അതുകൊണ്ട് കീഴ്ക്കോടതികളെ സമീപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ തന്നെയാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്ന നിയമോപദേശം. ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. വരും മണിക്കൂറുകളിൽ ഏതെല്ലാം നടന്മാർ ഇതിൽ ആരോപണ വിധേയരായവർ കോടതികളെ സമീപിച്ച വിവരങ്ങളുടെ കൃത്യമായ വിവരം പുറത്ത് എത്തിക്കാനായിട്ട് സാധിക്കും. ടോം, അതിനിടെ ഡാനി, ഇപ്പോൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ വിവിധ സംഘടനകൾക്കുള്ളിൽ, അമ്മ, ഫെഫ്ക ഉൾപ്പെടെയുള്ള സംഘടനകൾക്കുള്ളിൽ വലിയ പൊട്ടിത്തെറികൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ബി ഉണ്ണികൃഷ്ണനെതിരെ, ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയ ആഷിഖ് അബു ഒടുവിൽ ഫെഫ്കയിൽ നിന്നും രാജിവെച്ച സാഹചര്യം പോലും ഉണ്ടാകുന്നു. അല്പസമയം മുമ്പാണ് അദ്ദേഹം രാജിപ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഈ പൊട്ടിത്തെറിയുടെ ഭാഗമായിട്ട്, ഈ സംഘടനയുടെ ഭിന്നതയുടെ ഭാഗമായിട്ടുള്ള ഒരു രാജിയാണെന്ന് തന്നെ ഇതിനെ വ്യാഖ്യാനിക്കേണ്ടതില്ല. അങ്ങനെയെങ്കിൽ കൂടുതൽ രാജി ഈ സംഭവവികാസങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ഫെഫ്ക ഉൾപ്പെടെയുള്ള സംഘടനകൾ ഉണ്ടാകുമെന്ന് കൂടി കരുതേണ്ടതല്ലേ ഡാനി? ടോം, മലയാള സിനിമാ രംഗത്തെ വിവിധ സംഘടനകളിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉയർത്തിവിട്ട വിവാദങ്ങൾ ചെറുതല്ല. അതിന്റെ അനുരണനങ്ങൾ എല്ലാവരിലേക്കും തന്നെ എത്തുന്നുണ്ട്. ഈ ഫെഫ്ക ഒരു തരത്തിൽ പറഞ്ഞാൽ ഫെഫ്കയെയാണ് അതിൽ ഏറ്റവും തുടക്കത്തിൽ തിരിച്ചടിയേറ്റ ഒരു സംഘടന എന്ന് ഫെഫ്കയെ പറയാം, ഏറ്റവും അവസാനം പ്രതികരിച്ചൊരു സംഘടന എന്നും ഫെഫ്കയെ തന്നെ പറയാം. കാരണം രഞ്ജിത്തിനെതിരെ അടക്കമുള്ള ആക്ഷേപങ്ങൾ ഉയരുമ്പോൾ അതിൽ കൃത്യമായ ഒരു നിലപാടെടുക്കാൻ കഴിയാതെ തന്നെ മറുപടി പറയാതെ നിന്നു. ഹേമ കമ്മിറ്റി വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ നിലപാടെന്ന് ചോദിച്ചപ്പോൾ അതിനും ദിവസങ്ങൾ എടുക്കേണ്ടി വന്നു. ഒടുവിൽ ആദ്യം വന്ന മറുപടിയിൽ കൃത്യമായ കാര്യങ്ങളൊന്നുമില്ലായിരുന്നു. രണ്ടാമത് വീണ്ടും വാർത്താക്കുറിപ്പ് വരുന്നു. വാർത്താക്കുറിപ്പുകളിലൂടെ മാത്രം ഇവർ പ്രതികരിക്കുന്ന ഒരു സംഘടന എന്ന ലെവലിലേക്ക് പോകുന്നു. വലിയ ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുന്നിൽ നിന്ന ആളായിരുന്നു ഫെഫ്കയിലെ അംഗം കൂടിയായ ആഷിഖ് അബു സംവിധായകൻ. ഒടുവിൽ അത് നേതൃത്വത്തോട് അഭിപ്രായം പരസ്യമായിട്ട് തന്നെ തുറന്നു പറഞ്ഞു. ഇത് ഈ രീതിയിലുള്ള ഒരു മൗനം ശരിയല്ല, ഇത് കുറ്റകരമായ അനാസ്ഥയാണ് നിങ്ങൾ തുടരുന്നത്. പ്രതികരിക്കേണ്ട ഒരു അവസരത്തിൽ ഇങ്ങനെ യാതൊരു സമൂഹത്തോട് ഒരു ബാധ്യതയും ഇല്ലാത്ത രീതിയിൽ തന്നെ പ്രതികരിക്കാതെ മാറി നിൽക്കുന്നത് ശരിയല്ല എന്ന് അദ്ദേഹം പരസ്യമായി നേതൃത്വത്തോട് പറയുന്നൊരു ഘട്ടം വരെയും വന്നു. അപ്പോഴും ആഷിഖ് അബുവിന്റെ നിലപാട് താൻ സംഘടനയ്ക്കുള്ളിൽ നിന്ന് തന്നെ തിരുത്തുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അതിനകത്ത് തന്നെ പറയുമെന്നായിരുന്നു. എന്നാൽ അദ്ദേഹം അവരുടെ ഈ മൗനത്തോട് തോറ്റ് പരാജിതനാകുന്നു എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു എന്നതാണ്. ഇന്ന് അദ്ദേഹം രാജി സമർപ്പണം നടത്തിയിരിക്കുന്നു. ഫെഫ്ക അംഗങ്ങൾക്ക് എല്ലാം തന്നെ അദ്ദേഹം അയച്ചിരിക്കുന്നു. ഫെഫ്ക ഔദ്യോഗികമായി ഇത് സ്ഥിരീകരിക്കുന്നില്ല എങ്കിൽ കൂടിയും അദ്ദേഹം രാജി വെച്ചതായിട്ട് തന്നെ എല്ലാവരിലും അറിയിക്കുന്നു. അദ്ദേഹം തന്റെ പഴയ തൊഴിൽ പ്രശ്നങ്ങളിൽ ഫെഫ്ക ഇടപെട്ട രീതിയെ അടക്കം വിമർശിക്കുന്നുണ്ട്. അതിൽ നിന്ന് പങ്ക് ചോദിച്ചു എന്ന് പറയുന്നുണ്ട്. ആ പങ്ക് ചോദിച്ചതിൽ തന്നെ അതിൽ വാക്കുതർക്കമുണ്ടാകുന്നു. ഒടുവിൽ അത് തിരിച്ചു തരാൻ അവർ നിർബന്ധിതരാകുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. ഇതെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെ കഴിഞ്ഞ കുറെ നാളുകളായി നടക്കുന്ന പൊട്ടിത്തെറിയാണ് ഇപ്പോൾ അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഹേമ കമ്മിറ്റിയെ ചൊല്ലിയുണ്ടായ മൗനം ദുരൂഹമാണെന്നും തനിക്കിനി അതിൽ തുടരാൻ കഴിയില്ല എന്നുമാണ് അദ്ദേഹം ഇപ്പോൾ ഫെഫ്കയുടെ ഭാഗത്തു നിന്ന്, ആഷിഖ് അബുവിന്റെ ഭാഗത്തു നിന്ന് ഈ അവസരത്തിൽ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്. ഫെഫ്ക ഇതിനോടുള്ളൊരു പ്രതികരണം ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല. ആഷിഖ് അബുവിനെതിരെയും ആക്ഷേപങ്ങളുണ്ടെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ചർച്ചകളിൽ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു അവസരത്തിൽ ഫെഫ്ക അധികൃതരുടെ ഭാഗത്തു നിന്ന് അതിന്റെ ഒരു തലപ്പത്തു നിന്ന് തുടരുന്ന കുറ്റകരമായ മൗനം തന്നെയാണ് ഈ രാജിയിലേക്ക് നയിച്ചതെന്ന് ആഷിഖ് അബു അടയാളപ്പെടുത്തുന്നുണ്ട്.
യെസ്, വ്യക്തമാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ആജ്ഞ രവീന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. ആജ്ഞ, അല്പസമയത്തിനകം ആലുവ സ്വദേശിനിയായ നടി കോടതിയിൽ രഹസ്യമൊഴി നൽകാൻ എത്തും എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് 7 പേർക്കെതിരെയാണ്, മുകേഷ്, ജയസൂര്യ ഉൾപ്പെടെ 7 പേർക്കെതിരെയാണ് നേരത്തെ ഈ നടി പരാതി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് മുകേഷ്, ഇടവേള ബാബു, ജയസൂര്യ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ബലാത്സംഗം ഉൾപ്പെടെയുള്ള ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തിരുന്നല്ലോ. ഇപ്പോൾ ഉച്ചയ്ക്ക് 1 മണിക്ക് അവർ രഹസ്യമൊഴി നൽകാൻ എത്തുമെന്ന് അറിയിച്ചിരുന്നു. അതിനിടെ ഈ നടിയെ അവരുടെ വീട്ടിൽ ഇപ്പോൾ ഈ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നു, അവരുടെ മൊഴിയെടുക്കുന്നു എന്ന ചില സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. നേരത്തെ പ്രത്യേക അന്വേഷണ സംഘം വിശദമായ മൊഴിയെടുത്തിരുന്നു. 11 മണിക്കൂറോളം അവരിൽ നിന്നും കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നു. അതിന് പിന്നാലെയായിരുന്നു ഈ കേസ് രജിസ്റ്റർ ചെയ്തത്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ രഹസ്യമൊഴിക്ക് മുൻപ് ഇതുപോലെ ഈ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു നീക്കം ഉണ്ടായിരിക്കുന്നത്? ആജ്ഞ, ഇന്നലെ വൈകുന്നേരം ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം മൊഴിയെടുത്ത ശേഷമാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായി ചേർത്തല ഡിവൈഎസ്പി KV ബെന്നിയെ നിയോഗിക്കുന്നത്. അതിനുശേഷം, അതായത് അന്വേഷണ സംഘത്തിന് മൊഴിയെടുത്തതിൽ അല്പം ക്ലാരിറ്റി വരാനുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അതിനുശേഷമാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇന്ന് ആലുവയിലെ മിനു കുര്യന്റെ ഫ്ളാറ്റിൽ മൊഴിയെടുപ്പ് നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ SITയിലുള്ള പൂങ്കുഴലിയും അവിടെ സന്നിഹിതയായിട്ടുണ്ട്. ഇന്നലെ അജിത ബീഗം IPSഉം പൂങ്കുഴലി IPSുമാണ് ഇന്നലെ മൊഴിയെടുപ്പ് നടത്തിയത്. പക്ഷേ ഇന്ന് ഈ മൊഴിയിൽ കുറച്ചുകൂടി ക്ലാരിറ്റി, വ്യക്തത വരാനുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് KV ബെന്നി, ഡിവൈഎസ്പി KV ബെന്നി ഉൾപ്പെടെയുള്ള സംഘം അവിടെ മൊഴിയെടുപ്പ് നടത്തുന്നത്. അതിനുശേഷമായിരിക്കും ഇവിടെ മജിസ്ട്രേറ്റ് മുന്നിൽ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ അവർ എത്തുക എന്നാണ് മനസ്സിലാക്കുന്നത്. ജസ്റ്റിസ് ഹണി വർഗീസ് ആണ് ഈ ഹണി വർഗീസിന് മുൻപാകെ ആയിരിക്കും മൊഴി രേഖപ്പെടുത്താൻ എത്തുക എന്നായിരിക്കും, അല്ലെങ്കിൽ ഇതിന്റെ അന്തിമ തീരുമാനമെടുക്കുന്ന ഹണി വർഗീസ് ആയിരിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഇപ്പോൾ ആലുവയിലെ ഫ്ളാറ്റിൽ മിനു മുനീറിന്റെ മൊഴിയെടുപ്പ് നടക്കുകയാണ്. അത് ചേർത്തല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ്. ചേർത്തല ഡിവൈഎസ്പി ബെന്നി, പൂങ്കുഴലി IPS തുടങ്ങിയവർ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അംഗം കൂടിയ പൂങ്കുഴലിയും അവിടെ ഇപ്പോൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മൊഴിയെടുപ്പ് തുടരുകയാണ്. ടോം സൂചിപ്പിച്ചതുപോലെ 7 പേർക്കെതിരെ വിവിധ ഇടങ്ങളിലായി നൽകിയിരിക്കുന്ന പരാതിയിലാണ് നടപടി. മുകേഷ്, മണിയമ്പിള്ള രാജു, ഇടവേള ബാബു, ജയസൂര്യ, നോബിൾ വിച്ചു എന്ന് പറയുന്ന 2 പ്രൊഡക്ഷൻ കൺട്രോളർമാർ, A ചന്ദ്രശേഖരൻ എന്ന അഡ്വക്കേറ്റ്, ഇത്രയും ആളുകൾക്കെതിരെയാണ് ഈ മിനു മുനീർ പരാതി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ 7 പേർക്കെതിരെ വളരെ ഗുരുതരമായ കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ട് തന്നെയുള്ള പരാതി ആയതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അന്വേഷണ സംഘത്തിന് ഇക്കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ടാകും. എന്തായാലും ഇന്നലെ അന്വേഷണ സംഘം ഇവരുടെ മൊഴിയെടുപ്പ് നടത്തിയിരുന്നു. ഇന്നലെ അന്വേഷണ സംഘത്തിൽ പൂങ്കുഴലിയും അതുപോലെ തന്നെ അജിത ബീഗവും ചേർന്നിട്ടാണ് മൊഴിയെടുപ്പ് നടത്തിയത്. പക്ഷേ ഇന്നലെ വൈകുന്നേരമാണ് ഈ പറയുന്ന ഡിവൈഎസ്പി ബെന്നി, ചേർത്തല ഡിവൈഎസ്പി ആണ് അദ്ദേഹത്തെ KV ബെന്നി അദ്ദേഹത്തെ ചുമതല ഏൽപ്പിച്ചത്. ഇപ്പോൾ അദ്ദേഹം മിനു മുനീറുമായി പൂങ്കുഴലി IPSനോടൊപ്പം മൊഴിയെടുപ്പ് നടത്തുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കേട്ടോ. ആജ്ഞ രവീന്ദ്രനിലേക്ക് ഉടൻ തന്നെ മടങ്ങിയെത്താം. കാരണം ഇപ്പോൾ ആലുവയിൽ അവരുടെ മൊഴിയെടുപ്പ്, ഈ നടിയുടെ മൊഴിയെടുപ്പ് തുടരുന്നു. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് മൊഴിയെടുക്കൽ. അതിനുശേഷമായിരിക്കും എറണാകുളത്തെ കോടതിയിലേക്ക് രഹസ്യമൊഴി നൽകാൻ എത്തുക എന്നാണ് ലഭ്യമാകുന്ന വിവരം. അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവ് തുടരുന്നു. നടൻ ജയസൂര്യക്കെതിരെ ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തു. തൊടുപുഴയിലെ ലൊക്കേഷനിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയതിന് തിരുവനന്തപുരം സ്വദേശിനിയായ നടി നൽകിയ പരാതിയിലാണ് കരമന പോലീസ് കേസെടുത്തത്. പിഗ്മാൻ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് പീഡനം നേരിടേണ്ടി വന്നതെന്ന് നടി വെളിപ്പെടുത്തി. വാഷ്റൂമിൽ പോയി തിരികെ വരുമ്പോഴായിരുന്നു അതിക്രമമെന്നും കേസുമായി മുന്നോട്ടു പോകുന്ന കാര്യം ആലോചിച്ച് തീരുമാനിക്കുമെന്നും നടി വ്യക്തമാക്കി. VV വിനോദ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. വിനോദ്, കഴിഞ്ഞ ദിവസം ഈ നടി വ്യക്തമാക്കിയിരുന്നില്ല ആർക്കെതിരെയാണ് പരാതി നൽകിയത് എന്ന കാര്യം സൂചിപ്പിച്ചിരുന്നില്ല. പക്ഷേ ഈ ജയസൂര്യക്കെതിരെ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകിയ നടി ജയസൂര്യക്കെതിരെയാണ് ഗുരുതരമായ ആരോപണം ഉന്നയിച്ചതെന്നാണ്. ഇപ്പോൾ പോലീസ്, ഈ കരമന പോലീസ് ഏതൊക്കെ വകുപ്പുകൾ പ്രകാരമാണ് ജയസൂര്യക്കെതിരെ കേസെടുത്തിരിക്കുന്നത്? വിനോദ്. ടോം, ഇന്ന് നടി പരസ്യമായി തന്നെ ജയസൂര്യയുടെ പേര് പറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം പ്രസ് ക്ലബിൽ
വാർത്താ സമ്മേളനത്തിലാണ് ഈ നടി ജയസൂര്യയാണ് തനിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയത്, തന്നെ കയറി പിടിച്ചത് എന്ന കാര്യം ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. അവർ പറയുന്നത് നേരത്തെ ഈ പേര് പറയാതിരുന്നത് കുടുംബാംഗങ്ങൾ, അതായത് 2 മക്കളുണ്ട്, 2 ആൺമക്കളാണ്, അവരുടെ ഭാവി ഇതെല്ലാം തന്നെ കരുതിയാണ് താൻ ഇതുവരെ പേര് പറയാതിരുന്നത്. മാത്രമല്ല നടനെ വ്യക്തിപരമായി ആക്ഷേപിക്കുക എന്നൊരു കാര്യമില്ലായിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ ഈ സിനിമാ മേഖലയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഇത് പുറം ലോകത്തെ അറിയിക്കുക എന്നൊരു കാര്യം മാത്രമാണ് തനിക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പേര് പറയാതെ പോവുകയായിരുന്നു. എന്നാൽ കുടുംബാംഗങ്ങളുടെ ഭാഗത്തു നിന്ന് പിന്തുണ ലഭിച്ചു. മക്കൾ ഈ പേര് പറയാൻ ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ അത് മറച്ചു വെക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. അതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇന്ന് പേര് പരസ്യമായി പറയുന്നത് എന്നാണ് നടി വ്യക്തമാക്കിയത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം കരമന പോലീസ് നടിയിൽ നിന്ന് മൊഴി ശേഖരിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ രേഖപ്പെടുത്തുകയും ചെയ്തു. കരമന പോലീസാണ് എഫ്ഐആർ രേഖപ്പെടുത്തിയതെങ്കിലും തൊടുപുഴയിലേക്ക് ഈ കേസ് മാറ്റും. കാരണം പിഗ്മാൻ എന്ന സിനിമയുടെ സെറ്റിലാണ് ഈ അതിക്രമം നടന്നത്. ശുചിമുറിയിൽ പോയി വരുന്ന വഴി ജയസൂര്യ ബലമായി കയറി പിടിക്കുകയായിരുന്നു എന്ന ഒരു കാര്യമാണ് നടി പറയുന്നത്. ആ സിനിമ ലൊക്കേഷനിൽ പിന്നീട് ആരുടെങ്കിലും അത് പറയുകയോ അല്ലെങ്കിൽ പിന്നീട് ഒരു അതിക്രമം നേരിടേണ്ടി വരികയോ ചെയ്തില്ല. 3-4 ദിവസം അവിടെ ഷൂട്ടിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരികെ പോവുകയും ചെയ്തു എന്ന കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ കേസുമായി മുന്നോട്ട് പോകുന്ന കാര്യം, അക്കാര്യത്തിൽ കുടുംബാംഗങ്ങളുമായി ആലോചിച്ച് അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും എന്ന കാര്യം കൂടി നടി വ്യക്തമാക്കുന്നുണ്ട്. ഏതായിരുന്നാലും ജയസൂര്യയ്ക്ക് 2 കേസുകൾ ഇതിനകമായിട്ടുണ്ട്. കൊച്ചിയിലെ ചലച്ചിത്ര നടിയുടെ വെളിപ്പെടുത്തൽ, അതിന്റെ അടിസ്ഥാനത്തിലും തിരുവനന്തപുരത്തെ ഈ വെളിപ്പെടുത്തൽ, അങ്ങനെ 2 കാര്യങ്ങളിലായാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കന്റോൺമെന്റ് പോലീസാണ് മറ്റൊരു കേസ് എടുത്തിട്ടുള്ളത്. സെക്രട്ടേറിയറ്റിൽ സിനിമയുടെ ചിത്രീകരണത്തിനിടെ തന്നോട് മോശമായി പെരുമാറിയെന്നാണ് കൊച്ചിയിലെ നടി പറഞ്ഞത്. ബാലചന്ദ്ര മേനോനാണ് ആ സിനിമ സംവിധാനം ചെയ്തത്. ബാലചന്ദ്ര മേനോന്റെ മൊഴിയെടുക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഈ നടിയും പറയുന്നത് താൻ ശുചിമുറിയിൽ പോയി മടങ്ങും വഴി ജയസൂര്യ കയറി പിടിക്കുകയായിരുന്നു എന്ന കാര്യമാണ്. ഈ 2 കേസുകളിലും ബലാത്സംഗ കുറ്റം ചുമത്തിയിട്ടില്ല, എന്നാൽ ജാമ്യമില്ലാ വകുപ്പുകളാണ്, തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ്. ഒരുപക്ഷെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയാൽ അറസ്റ്റും തുടർന്ന് റിമാൻഡിലും ഒക്കെയും ആകാനുള്ള സാധ്യത നിലനിൽക്കുന്ന വകുപ്പ് തന്നെയാണ്. സാധ്യത എന്നതിനപ്പുറം അങ്ങനെയുള്ള വകുപ്പുകൾ തന്നെയാണ്. ജയസൂര്യയുടെ ഒരു പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. വിദേശത്ത് ജയസൂര്യ ഉണ്ട് എന്ന ഒരു വിവരമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിയമപരമായ കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്, മുൻകൂർ ജാമ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിന്റെ ഒരു നിയമവശം പരിശോധിക്കുന്നുണ്ട്. മുകേഷിന്റെ കാര്യത്തിലും നിയമപരമായ ചർച്ചകൾ തുടരുകയാണ്. സിദ്ദിഖ് കഴിഞ്ഞ ദിവസം തന്നെ തിരുവനന്തപുരത്ത് വഞ്ചൂർ കോടതിയിൽ മൊഴിയും എഫ്ഐആറിന്റെ കോപ്പിയും ആവശ്യപ്പെട്ട് അപേക്ഷ നൽകിയിരുന്നു. സിദ്ദിഖിനെതിരെ പരാതി നൽകിയിട്ടുള്ള നടി ഇന്നലെ തന്നെ 164 കോടതിയിൽ നൽകി. ഈ മൊഴി പരിശോധിച്ച് ഒരുപക്ഷെ അറസ്റ്റിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതായത് സിദ്ദിഖിന്റെ അറസ്റ്റിന് ഉള്ള നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മ്യൂസിയം പോലീസാണ് ആ കേസ് എടുത്തിട്ടുള്ളത്. തിരുവനന്തപുരത്ത് മാസ്കോട്ട് ഹോട്ടലിൽ വെച്ച് റൂമിലേക്ക് വിളിച്ചു വരുത്തി അതിക്രൂരമായി പീഡിപ്പിച്ചു, ബലാത്സംഗം ചെയ്തു എന്നാണ് ഈ യുവനടി മൊഴി നൽകിയിട്ടുള്ളത്. അത് മറ്റൊരു കേസാണ്. റൂമിനുള്ളിൽ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു എന്ന് ഈ മൊഴിയിൽ പറയുന്നുണ്ട്. അവിടെയുള്ള തെളിവുകൾ, മാസ്കോട്ട് ഹോട്ടലിലെ രജിസ്റ്ററാണ്, അന്ന് കമ്പ്യൂട്ടറിലേക്ക് ഈ വിവരങ്ങൾ മാറ്റുന്ന ഒരു സംവിധാനം ആയിട്ടില്ല, രജിസ്റ്ററാണ്. ഈ രജിസ്റ്റർ ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. സിദ്ദിഖ് ആ ദിവസം ആ റൂമിൽ ഉണ്ടായിരുന്നു എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. സന്ദർശക ബുക്കിൽ എഴുതിയ ശേഷമാണ് സിദ്ദിഖിന്റെ മുറിയിലേക്ക് പോയതെന്ന് നടി പറയുകയും ചെയ്തു. ഇത്തരത്തിൽ ഈ ചലച്ചിത്ര താരങ്ങൾക്ക് കുരുക്ക് മുറുകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനിടെയാണ് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നത്. മുകേഷിന്റെ കാര്യത്തിൽ വലിയ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. CPI നേരത്തെ ഒരു നിലപാടെടുത്തു. CPIയിലെ ബഹുഭൂരിപക്ഷം ആളുകളും കഴിഞ്ഞ ദിവസം നേതൃയോഗം ചേർന്നിരുന്നു. ഓൺലൈനായാണ് ആനിരാജയും പ്രകാശ് ബാബുവും പരസ്യമായി പറഞ്ഞതിന് പുറമെ ഈ യോഗത്തിലും മുകേഷ് രാജിവെക്കണം എന്നൊരു വികാരം അത് വളരെ പ്രബലമായിരുന്നു. ഇന്നിപ്പോൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട്. ബൃന്ദ കാരാട്ട് ഉൾപ്പെടെ മുകേഷിന്റെ കാര്യത്തിൽ മുകേഷിനെ സംരക്ഷിക്കുന്നതിനോട് യോജിപ്പ് അല്ല പ്രകടിപ്പിച്ചിട്ടുള്ളത്. സിനിമാ മേഖലയിലും മറ്റു മേഖലയിലും അടക്കം സ്ത്രീകൾക്ക് സ്വതന്ത്രമായി ജോലി ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണമെന്ന് ബൃന്ദ കാരാട്ട് പറഞ്ഞു. മാത്രവുമല്ല കോൺഗ്രസ് എം എൽ എമാർ ഇത്തരത്തിലുള്ള എന്തുകൊണ്ട് അവരെ സംരക്ഷിച്ചു, അല്ലെങ്കിൽ അവരെ പാർട്ടി സംരക്ഷിച്ചു, അതുകൊണ്ട് CPM അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത് ശരിയല്ല എന്നുകൂടി ബൃന്ദ കാരാട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം അത് വരേണ്ടതുണ്ട്, എന്താണെന്ന് വ്യക്തമാകേണ്ടതുണ്ട്. പക്ഷേ
തീർച്ചയായും വി വി വിനോദ് തുടരുക. മുകേഷ് നടനും MLA-യുമായ മുകേഷിനെ സംബന്ധിച്ച് ഏറെ നിർണായകമായിട്ടുള്ള ദിവസമാണ്. പാർട്ടി മുകേഷിനെ കൈയൊഴിയുമോ, അങ്ങനെയെങ്കിൽ രാജിവെക്കേണ്ടി വരുമോ തുടങ്ങിയ കാര്യങ്ങളിൽ അല്പസമയത്തിനകം തന്നെ തീരുമാനമറിയാം. കാരണം CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്ത് തുടരുകയാണ്. ഇതോടൊപ്പം സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത് ഈ അന്വേഷണ സംഘത്തിന്റെ തുടർ നീക്കം എന്താണ്? കാരണം ഈ നടന്മാർക്കെതിരെ ജാമ്യമില്ല വകുപ്പ് ചുമത്തിയിട്ടുണ്ട്. ഉടൻ അവരെ ചോദ്യം ചെയ്യുമോ, അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ? രഞ്ജിത്തിനെതിരായിട്ടുള്ള ബംഗാൾ നടിയുടെ പരാതിയിൽ അടുത്ത നീക്കം എന്താണ്? വിശദമായി പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. മുകേഷും മുന്നോട്ട് പോകുന്നത് രഞ്ജിത്ത് നേതൃത്വം പൂർണ്ണമായും മുകേഷിനെ സംരക്ഷിക്കുന്ന ഒരു നിലയിലേക്കാണ് എത്തിയിട്ടുള്ളത്. സംസ്ഥാന നേതൃത്വത്തിന്റെ ഒരു നിലപാട് അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ ദിവസം അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നിരുന്നു. കോൺഗ്രസിന്റെ 2 MLA-മാർ എബ്ദോൾസ് കുന്നപ്പള്ളിയിലും അതോടൊപ്പം തന്നെ വിൻസെന്റും ഇത്തരം സാഹചര്യത്തിൽ രാജിവെച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ മുകേഷിന്റെ രാജി ആവശ്യമില്ല എന്ന നിലപാടിൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസം EP ജയരാജന്റെ ഒരു പ്രതികരണത്തിലും അദ്ദേഹം പറഞ്ഞത് മുകേഷിന്റെ രാജിയല്ല ഇവിടെ ചർച്ച ചെയ്യേണ്ടത്, സർക്കാർ ധീരമായ നിലപാടെടുക്കുന്നു. ആദ്യമായാണ് ഇങ്ങനെ ഒരു കമ്മിറ്റി റിപ്പോർട്ട് എന്ന നിലയ്ക്കൊക്കെയുമാണ്. പക്ഷെ അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. CPM-നുള്ളിൽ തന്നെ മുകേഷിന്റെ രാജി ആവശ്യമെന്ന കാര്യം ശക്തമായി ഉയരുന്നുണ്ട്. വൃദ്ധകാരാട്ടിനെ പോലുള്ള ഏറ്റവും മുതിർന്ന നേതാക്കൾ അവർ പറയുന്നത് കോൺഗ്രസ് എന്ത് ചെയ്തു എന്നതല്ല, CPM എടുക്കേണ്ട നയം, നിലപാട് അത് മറ്റാരെങ്കിലും അനുകരിച്ചാകരുത്, കൃത്യമായ സന്ദേശം നൽകുന്ന തരത്തിലുള്ള ശക്തമായ നടപടി. അതുതന്നെയാണ് ബൃന്ദാകാരാട്ട് ഉൾപ്പെടെ പ്രധാനപ്പെട്ട നേതാക്കൾ, കേന്ദ്രത്തിലെ നേതാക്കൾ ആവശ്യപ്പെടുന്ന കാര്യം. മാത്രവുമല്ല, സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിന്റെ തീരുമാനവും നിർണായകമായിരിക്കും. പക്ഷേ ഇതുവരെയും മുതിർന്ന നേതാക്കൾ ആരെങ്കിലും, CPM-ലെ മുതിർന്ന നേതാക്കൾ ആരെങ്കിലും മുകേഷിന്റെ രാജി എന്നൊരു കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല. മറ്റൊന്ന് CPI-യിലെ എതിർപ്പാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും നേരത്തെയുമായി ഉണ്ടായ എതിർപ്പുകൾ, അതിലും ഏറ്റവും ആനിരാജ ഉൾപ്പെടെ പ്രകാശ് ബാബു ഉൾപ്പെടെയുള്ള ഏറ്റവും സീനിയർ നേതാക്കൾ സിനിമാ മേഖലയിലെ ലൈംഗിക അതിക്രമ പരാതിയുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം കടുത്ത നടപടിയിലേക്ക് നീങ്ങുമോ? അതാണ് സ്പോട്ട് ലൈവ് പരിശോധിക്കുന്നത്. ആജ്ഞ രവീന്ദ്രനിലേക്ക്. ആജ്ഞ, ആലുവയില് അന്വേഷണ സംഘ ഉദ്യോഗസ്ഥർ ഇപ്പോൾ നടിയിൽ നിന്നും വിവരങ്ങൾ തേടുന്നുണ്ട്, മൊഴിയെടുക്കുന്നുണ്ട്. നേരത്തെ അവർ 7 പേർക്കെതിരെ, മുകേഷ്, ജയസൂര്യ, മണിയൻ പിള്ള രാജു, ഇടവേള ബാബു ഉൾപ്പെടെ 7 പേർക്കെതിരെ മൊഴി നൽകിയിരുന്നു. അവർക്കെതിരെ ബലാത്സംഗ കുറ്റം ഉൾപ്പെടെ ജാമ്യമില്ല വകുപ്പ് പ്രകാരമായിരുന്നു പോലീസ് കേസെടുത്തത്. പക്ഷെ ഇതുവരെയും ഒരു അറസ്റ്റിലേക്ക് നീങ്ങിയിട്ടില്ല കാര്യങ്ങൾ. മുകേഷിന് മാത്രമാണ് ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു നടപടി കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. വരുന്ന 5 ദിവസത്തേക്ക് അറസ്റ്റ് ചെയ്യരുത് എന്ന മുകേഷിന്റെ ആവശ്യത്തില് ഈ കോടതിയിൽ നിന്നും, ഹൈക്കോടതിയിൽ നിന്നും ഒരു ഉത്തരവ് വന്നത്. അതായത് മുകേഷിന് മാത്രമാണ് ഈ വിഷയത്തിൽ ഇളവുള്ളത്. പക്ഷെ എന്തുകൊണ്ടാണ് മറ്റ് താരങ്ങൾക്കെതിരെ ഒരു കടുത്ത നടപടിയിലേക്ക്, അവരെ ചോദ്യം ചെയ്യാനോ അതല്ലെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്കോ അന്വേഷണ സംഘം ഇതുവരെയും നീങ്ങാത്തൊരു കൃത്യമായ ഈ പരാതിക്കാരിൽ നിന്നും ഒരു കൃത്യമായ മൊഴിയെടുത്ത ശേഷം, അവരുടെ രഹസ്യമൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയ ശേഷം മാത്രമായിരിക്കുമോ അത്തരമൊരു നടപടിയിലേക്ക് അന്വേഷണ സംഘം കടക്കുകയുള്ളൂ? ആജ്ഞ. അത് ടോം, ഈ കൊച്ചിയിലെ നടിയുടെ പരാതിയിൽ 7 പേർക്കെതിരെ എടുത്തിരിക്കുന്ന കേസിൽ 6 പേരുടെ കേസ്, അതായത് ജയസൂര്യ ഒഴികെ ബാക്കിയുള്ള 6 പേരുടെ കേസ് അന്വേഷിക്കുന്നത് പൂങ്കുഴലി SP പൂങ്കുഴലി നേതൃത്വം നൽകുന്ന സംഘമായിരിക്കും. അതിനാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ആയി ഇന്നലെ ചേർത്തല DYSP KV ബെന്നിയെ കൂടി അതിൽ ആ ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ചുമതല നൽകിയിരിക്കുന്നത്. എന്തായാലും നേരത്തെ ഒരു ദിവസം ഇന്നലെയാണ് SP പൂങ്കുഴലിയും അതുപോലെ തന്നെ അജിത ബീഗവും ചേർന്ന് ഈ മിനു മുനീറിന്റെ മൊഴിയെടുത്ത ശേഷമാണ് പിന്നീടാണ് അന്വേഷണ ഉദ്യോഗസ്ഥനെ പ്രഖ്യാപിക്കുന്നത്. എന്തായാലും ഈ പല കേസുകളിലും അത് ഈ ആരോപണ വിധേയരായ പലരുടെ കേസുകൾ, മുകേഷിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, മറ്റുള്ള ആളുകളുടെ VK പ്രകാശ് ആണെങ്കിലും മറ്റുള്ള ആളുകളുടെ ഒക്കെ പേരിലും ഈ FIR രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ട് ആന്റിസിപ്പേറ്ററി ബെയിലിന് മൂവ് ചെയ്യാനുള്ള നീക്കങ്ങൾ പോലും പല ഇവിടുത്തെ കൊച്ചിയിലെ ക്രിമിനൽ വക്കീലന്മാരും തൽക്കാലം ഒന്ന് ഹോൾഡ് ചെയ്തിരിക്കുന്ന സാഹചര്യത്തിലേക്കാണുള്ളത്. കാരണം ഇപ്പോൾ ടോം സൂചിപ്പിച്ചതുപോലെ പൂർണ്ണമായ മൊഴിയെടുപ്പിന് ശേഷം, അതായത് മജിസ്ട്രേറ്റ് മുന്നിൽ രഹസ്യമൊഴി കൂടി രേഖപ്പെടുത്തിയ ശേഷം ഒരു പക്ഷേ പോലീസ് കൂടുതൽ നീക്കങ്ങളിലേക്ക് നീങ്ങാനാവൂ. അതിൽ വ്യക്തത വന്നാൽ മാത്രമേ അതിൽ കൂടുതൽ നീക്കങ്ങളിലേക്ക് നീങ്ങാനാകൂ എന്നുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം മീ ടു ആരോപണത്തിന് ശേഷം
ഇത്രയേറെ മലയാള സിനിമ ഇത്രയേറെ അലങ്കോലപ്പെട്ടിട്ടുള്ള അതല്ലെങ്കിൽ തുടരെ ഇങ്ങനെ പീഡന ആരോപണങ്ങൾ അല്ലെങ്കിൽ ബലാത്സംഗ ആരോപണങ്ങളുമായി നടിമാർ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം പക്ഷേ മലയാള സിനിമ മുൻപ് ഫേസ് ചെയ്തിട്ടുണ്ടാവില്ല. അത്രയും ആർജവത്തോടു കൂടി തങ്ങൾ ഇത്തരത്തിൽ ഉപയോഗിക്കപ്പെട്ടു അല്ലെങ്കിൽ തങ്ങൾ ഇത്തരത്തിൽ അതിക്രമത്തിന് ഇരയായി എന്ന് സ്ത്രീകൾ വെളിപ്പെടുത്തിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തിൽ ഒട്ടൊരു ഞെട്ടലോട് കൂടിയാണ് മലയാള സിനിമാ ലോകമായാലും അല്ലെങ്കിൽ പൊതുജനങ്ങളായാലും അതിനെ അഡ്രസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു അങ്കലാപ്പ് മാറാൻ വേണ്ടിയിട്ടുള്ള ക്ലാരിറ്റി, വ്യക്തത ഇക്കാര്യത്തിൽ വരുത്തണമെന്ന് അന്വേഷണ സംഘത്തിനും ഉണ്ടാകാം. എന്തായാലും ഈ 7 അന്വേഷണ SIT-യുടെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും കേസിന്റെ എല്ലാ നീക്കങ്ങളും ഉണ്ടാവുക. എന്നിരുന്നാൽ പോലും ഈ പറഞ്ഞതുപോലെ ലോക്കൽ ഏരിയയെ കേന്ദ്രീകരിച്ച് അന്വേഷണ സംഘങ്ങൾ ഉണ്ടാവുകയും അന്വേഷണ ചുമതല മറ്റൊരു DYSP റാങ്കിലുള്ള മറ്റു ഉദ്യോഗസ്ഥർക്ക് നൽകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ മിനു മുനീറിന് നൽകിയ പരാതിയിൽ DYSP KV ബെന്നിയെ ചുമതല ഏൽപ്പിക്കുന്നു. തുടർന്ന് അതായത് അജിത ബീഗവും പൂങ്കുഴലി SP-യും നടത്തിയ മൊഴിയെടുപ്പിന് ശേഷം അതിൽ വ്യക്തത വരാനുണ്ട് എന്ന് കാട്ടിയാണ് ഇന്നിപ്പോൾ ആലുവയിലെ ഫ്ളാറ്റിൽ മിനു മുനീറിന്റെ മൊഴി എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഇവിടെ CJM കോർട്ടിലേക്ക് കൊണ്ടുവരികയും മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യമൊഴി നൽകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയുള്ളത്. എന്തായാലും ഈ ഒരു ടോം സൂചിപ്പിച്ചതുപോലെ 7 പേർക്കെതിരെ പരാതി നൽകുന്നു, ജാമ്യമില്ലാ വകുപ്പ് ഉൾപ്പെടെയുള്ള പരാതികൾ നൽകുന്നു. എങ്കിലും അതിനകത്ത് നേരിടുന്ന ഒരു താമസം എന്ന് പറയുന്നത് പക്ഷേ ഈ മൊഴിയെടുപ്പ് പൂർത്തിയാകാത്തതിന്റെ അതിന്റെ വ്യക്തത വരാത്തതിന്റെ കാര്യമായിരിക്കാം എന്ന് വേണം അനുമാനിക്കാൻ. ടോം. ആജ്ഞയിലേക്ക് തിരികെ എത്താം. MS അനീഷ് കുമാർ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. അനീഷ്, കഴിഞ്ഞ ദിവസം സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഒരു യുവാവ് പരാതി നൽകിയിരുന്നു, ആരോപണം ഉന്നയിച്ചിരുന്നു. അതായത് രഞ്ജിത്ത് തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ ശ്രമിച്ചു എന്നായിരുന്നു ഈ യുവാവിന്റെ ആക്ഷേപം. നഗ്നചിത്രങ്ങൾ പകർത്തി പിന്നീട് ഒരു നടിക്ക് അയച്ചു കൊടുത്തു തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയിരുന്നു യുവാവ്. ഈ യുവാവിന്റെ മൊഴിയെടുക്കാനുള്ള നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടന്നിട്ടുണ്ടോ അനീഷ്? ടോം, ഇന്ന് കോഴിക്കോട് 2 പേരുടെ മൊഴി എടുക്കുന്നതിനുള്ള നടപടികളുമായാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. അതിൽ ഒരാളുടെ മൊഴി ഇതിനകം രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ഈ അമ്മയിൽ ചേരുന്നതിനടക്കം അഡ്ജസ്റ്റ്മെന്റ് വേണമെന്ന് ആവശ്യപ്പെട്ടതടക്കമുള്ള ചില കാര്യങ്ങൾ ഉന്നയിച്ച ഒരു ജൂനിയർ നടിയുണ്ടായിരുന്നു. അവരുടെ മൊഴി ഇതിനകം രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. 11-നോടുകൂടി പോലീസിന്റെ ആസ്ഥാനത്ത് എത്തുന്നതിനുള്ള, ജില്ലാ പോലീസ് ആസ്ഥാനത്ത് എത്തുന്നതിനുള്ള നിർദ്ദേശമായിരുന്നു അവർക്ക് നൽകിയിരുന്നത്. ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഉള്ള ഉദ്യോഗസ്ഥയായ ഐശ്വര്യ ഡോങ്റെ അടക്കമുള്ള ഉദ്യോഗസ്ഥർ കോഴിക്കോട്ട് എത്തുകയും ചെയ്തു. എന്തായാലും അവരുടെ നേതൃത്വത്തിലാണ് ഈ മൊഴിയെടുപ്പ് കഴിഞ്ഞിരിക്കുന്നത്. അവർ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പൂർണ്ണമായും, നേരത്തെ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ പൂർണ്ണമായും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പാകെ മൊഴിയായി നൽകിയെന്ന് അവർ വ്യക്തമാക്കിയിരിക്കുന്നു. ഒപ്പം രഞ്ജിത്തിനെതിരെ ഈ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിച്ച യുവാവും മൊഴി നൽകാനായി എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മൊഴിയെടുപ്പും അല്പസമയത്തിനകം തീർന്നേക്കുമെന്നാണ് നമുക്ക് കരുതാൻ കഴിയുന്നത്. എന്തായാലും അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് രഞ്ജിത്തിനെതിരെ യുവാവ് മുന്നോട്ട് വെച്ചത്. കേരളത്തിൽ വെച്ച്, അതായത് കോഴിക്കോട് വെച്ച് ഒരു സിനിമയുടെ സെറ്റിൽ പരിചയപ്പെടുകയും പിന്നീട് നമ്പർ ഒരു ടിഷ്യൂ പേപ്പറിൽ എഴുതി നൽകുകയും ചെയ്തിരുന്നു. അതിനുശേഷം പിന്നീട് പരസ്പരം സന്ദേശങ്ങൾ അയക്കുകയൊക്കെ ചെയ്തു. തുടർന്ന് ബാംഗ്ലൂരിലെ ഒരു നക്ഷത്ര ഹോട്ടലിൽ എത്താൻ നിർദ്ദേശിക്കുകയായിരുന്നു. അവിടെ ഈ ഹോട്ടലിന്റെ പിൻവശത്ത് കൂടെ ഗോവണിയിലൂടെ അകത്തേക്ക് പ്രവേശിച്ച ശേഷം റൂമിലെത്തിയപ്പോൾ തന്നോട് മോശമായ രീതിയിലുള്ള പെരുമാറ്റം രഞ്ജിത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയായിരുന്നു. ഒപ്പം തന്റെ നഗ്ന ചിത്രങ്ങൾ കാമുകിയായ ഒരു നടിക്ക് അയച്ചു കൊടുത്തു എന്ന ആരോപണം ഇദ്ദേഹം ഉന്നയിച്ചിരുന്നു. എന്തായാലും വലിയ മാനസികാഘാതം ഇതേ തുടർന്ന് തനിക്കുണ്ടായെങ്കിലും ഇത് പുറത്ത് പറഞ്ഞാൽ ആരും തന്നെ വിശ്വസിക്കില്ല എന്നൊരു മുൻവിധിയുടെ അടിസ്ഥാനത്തിലാണ് താൻ ഇത് പുറത്തു പറയാറുള്ളത്. പക്ഷേ അന്ന് തന്നെ ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ കാവ്യ മാധവന്, ആ രഞ്ജിത്ത് സംവിധാനം ചെയ്ത ചിത്രത്തിൽ അഭിനയിച്ചിരുന്ന കാവ്യ മാധവനെ സംബന്ധിച്ച ഒരു കാര്യങ്ങൾ വിശദീകരിച്ചൊരു കുറിപ്പ് താൻ എഴുതിയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഒപ്പം ഇടവേള ബാബുവിനോട് ഇക്കാര്യത്തെക്കുറിച്ച് അറിയിച്ചപ്പോൾ നഗ്ന ചിത്രങ്ങൾ തനിക്കൂടി അയച്ചു തരാനാണ് ഇടവേള ബാബു ആവശ്യപ്പെട്ടതെന്ന് പറയുകയും ചെയ്തിരുന്നു. എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഒരു പരാതി ഇദ്ദേഹം പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയിരുന്നു. എന്തായാലും അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്ന് ഐശ്വര്യ ഡോങ്റെ സ്ഥലത്തെത്തുകയും ഈ 2 പേരുടെയും മൊഴികൾ 2 വിഷയങ്ങളിലായി എടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഇന്നലെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റായ മറ്റൊരു യുവതിയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്തായാലും കോഴിക്കോട് ജില്ലയിൽ ഇതുവരെ ഉയർന്നു വന്നത് 3 പേരുടെ പരാതികളാണ്. അതിൽ 3 എണ്ണത്തിലും നടപടിക്രമങ്ങൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ്. ടോം, ഈ യുവാവിന്റെ മൊഴി ഏറെ നിർണായകമാണല്ലോ, പ്രത്യേകിച്ച് രഞ്ജിത്തിനെ സംബന്ധിച്ച്. നേരത്തെ ഒരു ബംഗാളി നടിയുടെ വെളിപ്പെടുത്തലിൽ, പരാതിയിൽ പോലീസ് രഞ്ജിത്തിനെതിരെ കേസെടുത്തിരുന്നു. ഈ യുവാവിന്റെ
മൊഴി രേഖപ്പെടുത്തിയ ശേഷം മാത്രമായിരിക്കുമോ ആ കേസുമായി ബന്ധപ്പെട്ട ഒരു നടപടിയിലേക്ക് പോലീസ് കടക്കുകയുള്ളൂ? തീർച്ചയായും ആ മൊഴി പൂർണ്ണമായും രേഖപ്പെടുത്തിയ ശേഷം സാഹചര്യ തെളിവുകൾ കൂടി പരിശോധിക്കും. അതിനുശേഷം മാത്രമേ ഒരു നിയമ നടപടിയിലേക്ക് കടക്കൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നേരത്തെ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ തന്നെ ഒരുപാട് പഴുതുകൾ യുവാവിന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലാണ് ബംഗളൂരുവിലെ. അവിടെയാണ് അദ്ദേഹം ഈ റെസ്റ്റോറന്റ് വഴി കയറി സ്റ്റെയർകേസ് കടന്ന് രഞ്ജിത്തിന്റെ മുറിയിലേക്ക് എത്തിയെന്ന് പറയുന്നത്. പക്ഷെ ഓരോ നിലകളും പ്രത്യേകം ലോക്ക് സംവിധാനമുള്ള ഒരു ഹോട്ടലാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതീവ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള ഇടമാണ്. ഇങ്ങനെ ഒരു സ്ഥലത്ത് എങ്ങനെ സുരക്ഷാ ജീവനക്കാരുടെ കണ്ണു വെട്ടിച്ച് ഇദ്ദേഹം അകത്തേക്ക് കടന്നു വന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണ വേണം. ഒപ്പം ഈ യുവാവ് ആരോപിക്കപ്പെടുന്ന സമയത്ത് അന്ന് അദ്ദേഹം രഞ്ജിത്ത് ആ സിനിമയുടെ ഓഡിയോ ലോഞ്ചോ അടക്കമുള്ള ചില ചടങ്ങുകളുമായി ബന്ധപ്പെട്ടാണ് അവിടെ ഉണ്ടായിരുന്നതെന്ന് പറയുന്നത്. എന്തായാലും അങ്ങനെ ഒരു ചടങ്ങ് അന്ന് അവിടെ ഉണ്ടായിരുന്നു. ആ ദിവസങ്ങളിൽ രഞ്ജിത്ത് അവിടെ താമസിച്ചിരുന്നു എന്ന കാര്യത്തിൽ ഉറപ്പ് വേണം. ഒപ്പം കാവ്യ മാധവന്, ഈ ചിത്രത്തിലെ നായികയായ കാവ്യ മാധവന് താൻ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഒരു ഫേസ്ബുക്ക് മെസ്സേജ് ഇട്ടിരുന്നു മെസ്സഞ്ചർ വഴി. ആ മെസ്സഞ്ചറിലെ കുറിപ്പ് തന്റെ പക്കൽ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് അത് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് ആ കുറിപ്പ് വീണ്ടെടുക്കാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ അന്വേഷണത്തിലേറെ നിർണായകമായ ഒരു തെളിവായി മാറും. കാരണം ഈ 12 വർഷങ്ങൾക്ക് മുമ്പ് അത്തരത്തിലൊരു കുറിപ്പ് എഴുതിയിരുന്നെങ്കിൽ അത് തീർച്ചയായും നടന്ന ഒരു സംഭവമായി കണക്കാക്കാൻ കഴിയും. അതുകൊണ്ട് ആ കുറിപ്പ് വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നു. ഒപ്പം ഏത് വിധേനയാണ് രഞ്ജിത്ത് തനിക്ക് സന്ദേശം അയച്ചത്, ഒപ്പം രഞ്ജിത്ത് നടിയുമായി ഏത് തരത്തിലുള്ള ആശയവിനിമയമാണ് നടത്തിയത്, അല്ലെങ്കിൽ വീഡിയോ കോളാണോ വാട്സാപ്പ് കോളാണോ എന്നതിനെ കുറിച്ചൊന്നും കൃത്യമായ വിവരങ്ങൾ ആ യുവാവ് നൽകിയിരുന്നില്ല. ഏത് മാർഗം വഴിയാണ് ഈ യുവാവിന്റെ നഗ്ന ചിത്രങ്ങൾ ഈ നടിക്ക് രഞ്ജിത്ത് അയച്ചു കൊടുത്തു എന്നതിനെ കുറിച്ചും വ്യക്തതയില്ല എന്നാണ് യുവാവ് പറഞ്ഞത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള ഒരു വിശദമായ പരിശോധന പോലീസ് നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പരിശോധനകൾ പ്രാഥമികമായി പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ഒരുപക്ഷെ ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കാനുള്ള സാധ്യതയുള്ളത്. വ്യക്തമാണ്. MS അനീഷ് കുമാറാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഈ സിനിമാ മേഖലയിലെ ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന്റെ മൊഴി ഇപ്പോൾ രേഖപ്പെടുത്തുകയാണ്. അല്പസമയത്തിനകം തന്നെ രഞ്ജിത്തിനെതിരെ വെളിപ്പെടുത്തൽ നടത്തിയ യുവാവിന്റെ മൊഴിയും രേഖപ്പെടുത്തും. ഈ ഒരു സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ പല ആളുകളും പലരും ഈ സിനിമാ താരങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുന്നുണ്ട്. അതിന്റെ നിജസ്ഥിതി അടക്കം പരിശോധിച്ച് മാത്രമായിരിക്കും പ്രത്യേക അന്വേഷണ സംഘം ഒരു നടപടിയിലേക്ക് കടക്കുകയുള്ളൂ. അതുകൊണ്ടാണ് വിശദമായ മൊഴിയെടുക്കൽ നടക്കുന്നത്. ആലുവയിലും തിരുവനന്തപുരത്തും കോഴിക്കോടുമായി മൊഴിയെടുക്കൽ തുടരുകയാണ്. ഇതിലേക്ക് തന്നെ തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. സിനിമാ മേഖലയിലെ ലൈംഗിക പീഡന പരാതിയുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കം എന്താണ്? വി വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, ഇതുവരെയും മനസ്സിലാക്കുന്നതനുസരിച്ച് 18 പേർക്കെതിരെയാണ് വിവിധ നടിമാർ ഉൾപ്പെടെ ലൈംഗിക ആരോപണത്തിൽ പരാതി നൽകിയിരിക്കുന്നത്, പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ അതീവ ഗുരുതര സ്വഭാവമുള്ള കേസുകൾ സിദ്ദിഖിനെതിരെയുണ്ട്, രഞ്ജിത്തിനെതിരെയുണ്ട്. അതോടൊപ്പം നടൻ മുകേഷ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ അതീവ ഗുരുതര സ്വഭാവമുള്ള കേസുകളുണ്ട്. ബലാത്സംഗം ഉൾപ്പെടെയുള്ള കേസുകൾ ചുമത്തിയിട്ടുണ്ട്. ഇവർക്ക് ഇതുവരെയും പക്ഷേ മറ്റ് നടപടികളിലേക്ക് ഈ പ്രതികളെ അല്ലെങ്കിൽ ഈ കുറ്റാരോപിതരെ ചോദ്യം ചെയ്യുന്നൊരു നടപടികളിലേക്ക് ഇതുവരെയും അന്വേഷണ സംഘം കടന്നിട്ടില്ല. പൂർണ്ണമായും ഇരകളുടെ അല്ലെങ്കിൽ പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം മാത്രമായിരിക്കുമോ അത്തരമൊരു നടപടിയിലേക്ക്, ഒരു ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം നീങ്ങുകയുള്ളൂ? ടോം, സിദ്ദിഖിനെതിരെയുള്ള പരാതി, ആ പരാതിയിൽ ഇന്നലെ തന്നെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരുന്നു. 164 വഞ്ചൂർ കോടതിയിൽ രേഖപ്പെടുത്തി. ഈ കേസുമായി ബന്ധപ്പെട്ട് പരമാവധി തെളിവുകൾ ശേഖരിക്കാനും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായിട്ടുണ്ട്. മാസ്കോട്ട് ഹോട്ടലിൽ സിദ്ദിഖ് താമസിച്ചിരുന്ന മുറി, അതുമായി ബന്ധപ്പെട്ട രജിസ്റ്റർ, ഇതെല്ലാം തന്നെ ശേഖരിച്ച് പരാതിക്കാരി അന്ന് അവിടെ എത്തിയിരുന്നു എന്ന കാര്യത്തിന് ഏറെക്കുറെ സ്ഥിരീകരണവും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സിദ്ദിഖിന്റെ കാര്യത്തിൽ ഒരുപക്ഷെ അറസ്റ്റ് എന്ന ഒരു സാഹചര്യം അന്തരീക്ഷത്തിൽ നിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ അറസ്റ്റ് നടപടി, കടുത്ത നടപടിയിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. കാരണം 164 കോടതിക്ക് മുന്നിൽ എത്തുകയും ആ മൊഴി പരിശോധിച്ച്, കോടതിയുടെ അനുമതിയോടുകൂടി തന്നെ ആ മൊഴി പരിശോധിച്ച് അറസ്റ്റ് നടപടിയിലേക്ക് നീങ്ങാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. മുകേഷും നിയമവൃത്തങ്ങളുമായി അല്ലെങ്കിൽ അഭിഭാഷകരുമായി തിരക്കിട്ട ചർച്ചകളിലാണ് ഈ
നടപടി കടുത്താൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഇനി എന്താണ് നിയമത്തിന്റെ മുന്നിലൂടെ ഇതിൽ നേരിടാൻ കഴിയുന്ന സാധ്യത, ഇതെല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട്. രാവിലെയാണ് തിരുവനന്തപുരത്തെ കുമാരപുരത്തെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയത്. കൊച്ചിയിലേക്ക് പോയി എന്ന വിവരമാണ് ലഭിക്കുന്നത്. അഭിഭാഷകരുമായി ചർച്ച ചെയ്ത് ഇപ്പോൾ 5 ദിവസത്തേക്ക് 3-ാം തീയതി വരെ മുകേഷിന്റെ അറസ്റ്റ് പാടില്ല എന്ന് കോടതിയുടെ ഉത്തരവുണ്ട്. എങ്കിൽ തന്നെയും അതിനിടയിൽ മറ്റ് നടപടികൾ പൂർത്തിയാക്കാനുള്ള ഒരു സാധ്യതയാണ് പരിശോധിക്കുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷയുമായി പോയി അത് തള്ളുകയാണെങ്കിൽ കൂടിയും അറസ്റ്റിലേക്ക് പോകാനുള്ള സാധ്യത, ഇതെല്ലാം വിലയിരുത്തിക്കൊണ്ട് നിയമപരമായി മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ്. സിദ്ദിഖ് പരാതി നൽകിയിട്ടുണ്ട്. തനിക്കെതിരെ ഉള്ളത് ഗൂഢാലോചനയാണ്, നടിയുടെ വെളിപ്പെടുത്തലിൽ വൈരുദ്ധ്യമുണ്ട്, ഇത്തരം കാര്യങ്ങളെല്ലാം സിദ്ദിഖിന്റെ പരാതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സിദ്ദിഖിന്റെ അഭിഭാഷകൻ അത് കോടതിയിൽ ബോധ്യപ്പെടുത്തുകയും ചെയ്യും. ഏതായിരുന്നാലും അറസ്റ്റ് എന്ന ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട്. അവിടെയും ഈ മുകേഷിന്റെ കാര്യം സിദ്ദിഖ്, ജയസൂര്യ കേരളത്തിലില്ല എന്ന വിവരമാണ്, അമേരിക്കയിലാണ് എന്ന വിവരമാണ് ലഭിക്കുന്നത്. കേരളത്തിലേക്ക് എത്തുന്നത് തന്നെ ഇവിടുത്തെ നിയമ സാധ്യതകൾ പരിശോധിച്ച് അതിനുശേഷം കേരളത്തിലേക്ക് മടങ്ങിയെത്താം എന്നൊരു തീരുമാനമുണ്ട് എന്ന വിവരം കൂടി വരുന്നുണ്ട്. മറ്റൊരു കാര്യം, സർക്കാരിനെ കുഴപ്പിക്കുന്ന ഒരു പ്രതിസന്ധിയുണ്ട്. സിദ്ദിഖിന്റെ അറസ്റ്റിലേക്ക് പോവുകയും മുകേഷിന്റെ കാര്യത്തിൽ മറ്റ് നടപടികൾ ഉണ്ടാകാതിരിക്കുകയും ചെയ്താൽ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന ആരോപണം ഉയർന്നു വരും. കാരണം 2 പേർക്കെതിരെയും ബലാത്സംഗ കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. ഒരാൾക്കെതിരെ കർശന നടപടി, കടുത്ത നടപടികളിലേക്ക് പോവുകയും മറ്റൊരാളെ ഒഴിവാക്കുകയും ചെയ്താൽ സ്വാഭാവികമായും സർക്കാരിന്റെ നടപടികൾ ചോദ്യം ചെയ്യപ്പെടും, ആത്മാർത്ഥത ചോദ്യം ചെയ്യപ്പെടും. അങ്ങനെ ഒരു പ്രതിസന്ധി കൂടി സർക്കാരിന് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത അന്വേഷണ സംഘത്തിന്റെ നടപടി എന്ത് എന്നത് വളരെ ആകാംക്ഷ നിറയ്ക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ടോം, വിനോദ്, കഴിഞ്ഞ ദിവസം ഈ രഞ്ജിത്തിനെതിരായ പരാതിയിൽ ബംഗാളി നടിയുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. തുടർന്ന് ബംഗാളിലേക്ക് പോയി അവിടെ നേരിട്ട് മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കത്തിലേക്ക് കൂടി അന്വേഷണ സംഘം കടക്കുന്നുവെന്ന് ചില സൂചനകൾ ലഭ്യമായിരുന്നു. എന്തായിരിക്കും ഈ രഞ്ജിത്തിനെതിരായ കേസിൽ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം? അതുപോലുള്ള ഒരു ബംഗാളിൽ പോയി അവരെ നേരിട്ട് മൊഴി രേഖപ്പെടുത്തി പിന്നീട് കോടതിയിൽ രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള ഒരു നീക്കവും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമോ? ബംഗാളിലേക്ക് പോയി അവിടെ മൊഴി രേഖപ്പെടുത്തി അതിന്റെ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത്. രഞ്ജിത്തിന്റെ കാര്യത്തിൽ ബലാത്സംഗ കുറ്റമല്ല, ഈ ലൈംഗിക ചുവയോടുകൂടി പെരുമാറുക, അല്ലെങ്കിൽ അങ്ങനെ ലൈംഗിക താല്പര്യം വെച്ച് ഉള്ള പെരുമാറ്റം, അത്തരത്തിൽ സ്ത്രീത്വത്തെ അവമാനിക്കൽ തുടങ്ങിയ കാര്യങ്ങളാണ്, ഈ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. അതിന് പുറമെയാണ് ഒരു യുവാവ് കൂടി രഞ്ജിത്തിനെതിരെയുള്ള പരാതി നൽകിയിരിക്കുന്നത്. അങ്ങനെ ആ നിലയ്ക്ക് ഉള്ള പരാതിയും വരുന്നുണ്ട്. ഇവരെല്ലാം തന്നെ ഒന്നിൽ കൂടുതൽ പരാതികൾ പലരും നേരിടുന്നു എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. വെളിപ്പെടുത്തലുകൾ, അത് ഇപ്പോഴത്തെ വെളിപ്പെടുത്തലുകൾ മാത്രമല്ല, മുൻപ് തന്നെ പലപ്പോഴായി ചില വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ചിലർക്കെതിരെ ഒരു പരാതിയോ അങ്ങനെ മാത്രമേ ഉള്ളൂവെങ്കിൽ തന്നെയും വെളിപ്പെടുത്തലുകൾ നേരത്തെയുണ്ട്. ജയസൂര്യയുടെ കാര്യത്തിൽ ഇപ്പോൾ 2 പേര് പരാതി നൽകിയിട്ടുണ്ട്. കൊച്ചിയിലും തിരുവനന്തപുരത്തുമുള്ള 2 ജൂനിയർ നൽകുമ്പോൾ ആ 2 പരാതികളും തിരുവനന്തപുരത്താണ് ഇപ്പോൾ തൽക്കാലം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കന്റോൺമെന്റ് പോലീസിലെ പരാതി അത് ഇവിടെ തന്നെ തുടരും. എന്നാൽ കരമന പോലീസ് സ്വീകരിച്ചിട്ടുള്ള നടപടികൾ അത് തൊടുപുഴയിലേക്ക് മാറ്റും. തൊടുപുഴയിൽ 2013 പിക്മാൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചായിരുന്നു അങ്ങനെ അതിക്രമം ഉണ്ടായത്. ജയസൂര്യയുടെ ആ കേസ് തൊടുപുഴയിലേക്ക് പോകും. എന്നാൽ കന്റോൺമെന്റ് പോലീസ്, അത് സെക്രട്ടേറിയറ്റിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പോലീസ് സ്റ്റേഷനാണ്. സെക്രട്ടേറിയറ്റിൽ ഷൂട്ടിംഗ് നടക്കുന്നതിനിടെ അതിക്രമം നടത്തി എന്നാണ് മറ്റൊരു പരാതി ജൂനിയർ ആർട്ടിസ്റ്റിന്റെ. അത് കന്റോൺമെന്റ് പോലീസ് അത് പരാതിയായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല പൊതുഭരണ വകുപ്പിനോട് ഇതിനകം വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. അതായത് ആ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് അന്ന് അവിടെ നടന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഷൂട്ടിങ്ങിന് നൽകിയതുമായി ബന്ധപ്പെട്ട രേഖകളും മറ്റു വിവരങ്ങളും എല്ലാം തന്നെ സെക്രട്ടേറിയറ്റിലെ പൊതുഭരണ വകുപ്പിനോട് ഇതിനകം തന്നെ പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ രേഖകൾ ശേഖരിക്കുന്നുണ്ട്. ബാലചന്ദ്ര മേനോന്റെ മൊഴിയെടുക്കും. ആ സിനിമയുടെ സംവിധായകൻ ബാലചന്ദ്ര മേനോനായിരുന്നു. അതുകൊണ്ട് തന്നെ കന്റോൺമെന്റ് പോലീസ് ആ വഴിക്കുള്ള നടപടികളും സ്വീകരിക്കും. ഈ 2 കേസുകൾ, അതായത് ജയസൂര്യയും സിദ്ദിഖും പ്രതികളായ 2 കേസുകൾ, ആ 2 കേസുകളും കന്റോൺമെന്റ് AC-യാണ് പരിശോധിക്കുന്നത്. മ്യൂസിയം സ്റ്റേഷനിൽ ഉള്ള കേസുണ്ട്. മ്യൂസിയം സ്റ്റേഷനിലാണ് സിദ്ദിഖിനെതിരെയുള്ള പരാതി. അത് മസ്കറ്റ് ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് മ്യൂസിയം സ്റ്റേഷൻ പരിധിയിലാണ്. ഈ 2 കേസുകൾ കന്റോൺമെന്റ് AC-യുടെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും പരിശോധിക്കുക. ഈ പോലീസ് സ്റ്റേഷനുകൾ മാത്രമല്ല, ഉന്നത ഉദ്യോഗസ്ഥർ അജിത ബീഗത്തിന്റെ മേൽനോട്ടമുണ്ടാകും. അത് പ്രത്യേക സംഘത്തിലെ ഉദ്യോഗസ്ഥരായ അജിത ബീഗമായിരിക്കും
ഇവിടുത്തെ കേസുകളുടെ ഒരു മേൽനോട്ടം. അതോടൊപ്പം തന്നെ മിറൻ ജോസഫിനും ഈ തിരുവനന്തപുരത്തെ കേസുകളുടെ മേൽനോട്ട ചുമതല ഉണ്ടാകും. സ്പർജൻ കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത്. ഏതായാലും ഇന്നിപ്പോൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നു. മുകേഷിന്റെ കാര്യത്തിൽ പാർട്ടി എന്ത് നടപടി സ്വീകരിക്കും എന്നതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. CPI-യിൽ നിന്ന് നേരത്തെ തന്നെ രാജി ആവശ്യം ഉയർന്നിരുന്നു. അതാണ് ഏറെ നിർണായകമായിട്ടുള്ള കാര്യം. CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്ത് തീരുമാനമെടുക്കും? മുകേഷിന്റെ രാജി ആവശ്യപ്പെടുമോ? മാത്രമല്ല, നടൻ സിദ്ദിഖിനെതിരായിട്ടുള്ള പരാതിയിൽ ബലാത്സംഗ കേസിൽ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ? അങ്ങനെയെങ്കിൽ മുകേഷിനെ കൂടി ഈ പാർട്ടിക്കും സർക്കാരിനെ സംരക്ഷിക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യം ബാക്കിയാകുന്നുണ്ട്. അതോടൊപ്പം വിവിധ ഇടങ്ങളിൽ ഈ പരാതിക്കാരുടെ മൊഴിയെടുപ്പ് തുടരുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ആലുവയിലെ പരാതിക്കാരിയായ നടി, ആലുവ സ്വദേശിനിയായ നടി എറണാകുളത്തെ കോടതിയിലെത്തി രഹസ്യമൊഴിയും രേഖപ്പെടുത്തുന്നുണ്ട്. സ്പോട്ട് ലൈവിന് പോകുന്നത് മലപ്പുറത്തേക്കാണ്. പോലീസ്